എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2024 ഗ്രേസ് മാർക്ക് പരിഷ്കരിച്ചുകൊണ്ട് കേരള സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് SSLC പരീക്ഷയിൽ ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് +1 ബോണസ് പോയിന്റ് നൽകുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ +1 പ്രവേശനത്തിന്, അതായത് ഈ ഒരു ഗ്രേസ് മാർക്കിലൂടെ അധികമായിട്ട് ഇൻഡെക്സ് മാർക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ലഭിച്ചവർ മികച്ച അക്കാദമിക നിലവാരമുള്ളവരെ അപേക്ഷിച്ച് മുൻപന്തിയിൽ എത്തുകയും അത് കാരണം അക്കാദമിക തലത്തിൽ മുൻപിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾ പിന്തള്ളപ്പെടുകയും ചെയ്യുന്നതിനാൽ സർക്കാർ ഗ്രേസ് മാർക്ക് പരിഷ്കരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. അപ്പോൾ ഈ ഒരു 2023-24 അധ്യയന വർഷത്തിൽ SSLC അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അതുപോലെ ഹയർ സെക്കൻഡറി എന്നിങ്ങനെയുള്ള സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് അനുവദിക്കുന്നതിനുള്ള പ്രൊപ്പോസൽ പ്രകാരം, അതായത് പ്രൊപ്പോസൽ പരാമർശം 6 പ്രകാരം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അതുമായി ബന്ധപ്പെട്ട് പ്രൊപ്പോസൽ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് താഴെ പറയുന്ന പ്രകാരം പരിഷ്കരിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഈ ഒരു സമർപ്പിച്ച ആ ഒരു പ്രൊപ്പോസൽ പ്രകാരം സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ പറയുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് നിങ്ങൾ SSLC ആയാലും അല്ലെങ്കിൽ +2 ആയാലും അല്ലെങ്കിൽ +1 ആയാലും അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയാലും ഗ്രേസ് മാർക്ക് കിട്ടുക. കേരള സ്കൂൾ കലോത്സവത്തിന് A ഗ്രേഡ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 മാർക്കും, കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന് നിങ്ങൾക്ക് B ഗ്രേഡാണ് കിട്ടുന്നതെങ്കിൽ 15 മാർക്കും, അതുപോലെ സംസ്ഥാന ശാസ്ത്ര സെമിനാറുകൾക്ക് C ഗ്രേഡാണ് കിട്ടുന്നത് എങ്കിൽ 10 മാർക്കുമാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതുപോലെ തന്നെ സംസ്ഥാനതല CV രാമൻ ഉപന്യാസ മത്സരത്തിൽ 1, 2, 3 സ്ഥാനം നിശ്ചയിച്ച് നൽകുന്ന ഇനങ്ങൾക്ക് 20, 17, 14 മാർക്കുകൾ വീതം നൽകുന്നു. അപ്പോൾ ഈ ഒരു മാർക്കുകൾ എന്ന് പറയുന്നത് സംസ്ഥാനതല ശ്രീനിവാസ രാമാനുജൻ മെമ്മോറിയൽ പേപ്പർ പ്രസൻറ്റേഷൻ, അതുപോലെ തന്നെ സംസ്ഥാനതല വാർത്താവായന മത്സരം, സംസ്ഥാനതല ഭാസ്കരാചാര്യ സെമിനാർ, സംസ്ഥാനതല ടാലൻറ്റ് സെർച്ച് ശാസ്ത്രം, സംസ്ഥാനതല ടാലൻറ്റ് സെർച്ച് ഗണിതശാസ്ത്രം, അതുപോലെ സംസ്ഥാനതല ടാലൻറ്റ് സെർച്ച് സാമൂഹ്യ ശാസ്ത്രം എന്നിങ്ങനെയുള്ള മത്സരങ്ങൾക്കും ഈ ഒരു രീതിയിലാണ് മാർക്ക് ലഭിക്കുക. അതായത് 1, 2, 3 സ്ഥാനം ലഭിക്കുന്നവർക്ക് 20, 17, 14 എന്ന രീതിയിൽ മാർക്കുകൾ വീതം നൽകും. സ്പെഷ്യൽ സ്കൂൾ കലോത്സവങ്ങൾക്ക് A ഗ്രേഡ് ലഭിച്ചാൽ 25, B ഗ്രേഡ് കിട്ടിയാൽ 20, C ഗ്രേഡ് കിട്ടിയാൽ 15 മാർക്കാണ് കിട്ടുക. ജൂനിയർ റെഡ് ക്രോസിന് 10 മാർക്കും സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് പ്രൊജക്റ്റിന് 20 മാർക്കുമാണ് ലഭിക്കുന്നത്. സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസിന് A ഗ്രേഡ് ലഭിച്ചാൽ 20, B ഗ്രേഡിന് 15, C ഗ്രേഡിന് 10 എന്നിങ്ങനെയും ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ് ദേശീയ തലത്തിൽ പങ്കെടുത്തവർക്ക് 25 മാർക്കുമാണ് കിട്ടുക. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ 80% ഹാജർ ഉൾപ്പെടെയുള്ള പങ്കാളിത്തത്തിൽ ഹയർ സെക്കൻഡറിയിൽ ഉൾപ്പെടുന്നവർക്ക് 25ഉം, രാജ്യപുരസ്കാർ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് 40 മാർക്കും, രാഷ്ട്രപതി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് 50 മാർക്കും, അതുപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഈ ഒരു സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ 50% ഹാജർ ഉൾപ്പെടെയുള്ള പങ്കാളിത്തത്തിന് 18 മാർക്കും, അതായത് നിങ്ങൾ 10ാം ക്ലാസ്സിലാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് കിട്ടുക. രാജ്യപുരസ്കാർ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് എന്നിവ ലഭിച്ചവർക്ക് 20 മാർക്കാണ് 10ാം ക്ലാസ്സിലുള്ളവർക്ക് കിട്ടുക. രാഷ്ട്രപതി അവാർഡ് വിജയികൾക്ക് 25 മാർക്കാണ് 10ാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾക്ക് കിട്ടുക. അതുപോലെ തന്നെ NSS ഉള്ള വിദ്യാർത്ഥികൾക്ക് റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് 40 മാർക്ക്, പങ്കെടുക്കുന്ന വോളണ്ടിയേഴ്സിന് 40 മാർക്ക്, NSS സർട്ടിഫിക്കറ്റ് ഉള്ള NSS വോളണ്ടിയേഴ്സിന് 20, അതുപോലെ തന്നെ ലിറ്റിൽ കൈറ്റ്സിന് 15, ജവഹർലാൽ നെഹ്റു നാഷണൽ എക്സിബിഷന് 25 മാർക്ക്, ബാലശ്രീ അവാർഡ് വിജയികൾക്ക് 15 മാർക്കും, കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി ക്വിസ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് വിന്നർ ടീമിന് 5 മാർക്കും വീതവും അതുപോലെ സെക്കൻഡ് വിന്നർ ടീമിന് 3 മാർക്ക് വീതവുമാണ് കിട്ടുക. സർഗോത്സവത്തിന് A ഗ്രേഡ് ലഭിച്ചാൽ 15ഉം B ഗ്രേഡ് ലഭിച്ചാൽ 10 മാർക്കും, സദേൺ ഇന്ത്യ സയൻസ് ഫെയർ ആദ്യ 3 സ്ഥാനക്കാർക്ക് 22 വീതം മാർക്കാണ് കിട്ടുക. അതുപോലെ സ്പോർട്സിൽ അന്തർദേശീയത്തിൽ പങ്കെടുത്ത 1ാം സ്ഥാനക്കാർക്ക് 100 മാർക്ക്, 2ാം സ്ഥാനക്കാർക്ക് 90 മാർക്ക്, അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിൽ 3ാം സ്ഥാനം നേടുന്നവർക്ക് 80 മാർക്ക്, അന്തർദേശീയ തല മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് 75 മാർക്കുമാണ് കിട്ടുക. ദേശീയ തലത്തിൽ കായിക ഇനങ്ങളിൽ 1ാം സ്ഥാനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് 50 മാർക്കും, 2ാം സ്ഥാനം നേടുന്നവർക്ക് 40, 3ാം സ്ഥാനം നേടുന്നവർക്ക് 30, ദേശീയ തല മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ഈ ഒരു 25 മാർക്കുമാണ് ലഭിക്കുക. സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം ലഭിക്കുന്ന കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് 20 മാർക്ക്, 2ാം സ്ഥാനം ലഭിക്കുന്നവർക്ക് 17, 3ാം സ്ഥാനം ലഭിക്കുന്നവർക്ക് 14 മാർക്കും, പൊതുവിദ്യാഭ്യാസം നടത്തുന്നതോ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അല്ലെങ്കിൽ കായിക വകുപ്പ് എന്നിവ അംഗീകരിച്ചതായ അസോസിയേഷനുകൾ നടത്തുന്ന അക്വാറ്റിക്സ്, അത്ലറ്റിക്സ് എന്നീ മത്സരങ്ങളും ഗെയിംസ് ഇനങ്ങൾക്കും 4ാം സ്ഥാനം വരെ നേടുന്നവർക്ക് 7 മാർക്കും ലഭിക്കുന്നതാണ്. അതുപോലെ NCCയിൽ റിപ്പബ്ലിക് ഡേ പരേഡ് ക്യാമ്പ്, അതായത് RDC, താൽ സൈനിക് ക്യാമ്പ് TSE, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ നൗ സൈനിക് ക്യാമ്പ് AINSE, ഓൾ ഇന്ത്യ വായു സൈനിക് ക്യാമ്പ് AIVSE, അതുപോലെ SPLNIC, അതായത് യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം YEP എന്നിവയിൽ പങ്കെടുക്കുന്നവർക്ക് ഈ 40 മാർക്കാണ് കിട്ടുക. അതുപോലെ ഇവിടെ ഒരു റിമാർക്സ് നൽകിയിട്ടുണ്ട്. സെലക്ഷൻ പ്രക്രിയയിലും തുടർന്നുള്ള പരിശീലനത്തിനും 2 മുതൽ 3 മാസം വരെ ക്ലാസ് നഷ്ടപ്പെടുന്നു.
അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ സേവന പരിപാടികളിലും മറ്റ് NCC പരിപാടികളിലും ഈ ഒരു കുട്ടികൾ പങ്കെടുക്കണമെന്ന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഇൻ്റഗ്രേറ്റഡ് അതായത് NIC എക്സ് ഭാരത് ശ്രേഷ്ഠ ഭാരത് അതായത് EBSB അല്ലെങ്കിൽ റോക്ക് ക്ലൈംബിംഗ് ട്രെയിനിങ് ക്യാമ്പ് RCTC, അതുപോലെ അഡ്വാൻസ് ലീഡർഷിപ്പ് ക്യാമ്പ് ALC, ബേസിക് ലീഡർഷിപ്പ് ക്യാമ്പ് BLC, അത് നേരത്തെ ALC, അതുപോലെ ഇത് BLC, ട്രാക്കിംഗ് പ്രീ RDC, അതുപോലെ അറ്റാച്ച്മെൻറ്റ് ക്യാമ്പ്സ്, അതുപോലെ തന്നെ പ്രീ TST, അതുപോലെ പ്രീ NSC, പ്രീ VSC, IGC, ബേസിക് പാരാ കോഴ്സ്, സെൻട്രലി ഓർഗനൈസ്ഡ് ക്യാമ്പ്സ്, അതുപോലെ തന്നെ എന്നിവയിൽ ഏതെങ്കിലും ഒരു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഈ ഒരു 30 മാർക്കാണ് കിട്ടുക. സെലക്ഷൻ പ്രക്രിയയിലും തുടർന്നുള്ള പരിശീലനത്തിലും 10 മുതൽ 30 ദിവസം വരെ ക്ലാസ് നഷ്ടപ്പെടുന്നതാണ്. സർക്കാരിൻ്റെ മറ്റ് സാമൂഹ്യ സേവന പരിപാടികളിലും മറ്റ് NCC പരിപാടികളിലും ഈ ഒരു കുട്ടികൾ പങ്കെടുക്കണമെന്ന് റിമാർക്സ് നൽകിയിട്ടുണ്ട്. അതുപോലെ 75% അതിൽ കൂടുതൽ പരേഡ് അറ്റൻഡൻസ് ഉള്ളവർക്ക്, അതുപോലെ സ്കൂൾ കോളേജ് ശനിയാഴ്ച നടത്തുന്ന പരേഡിൽ പങ്കെടുത്തിരിക്കണം എന്നവർക്ക് 20 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞവർക്ക് 30 മാർക്കാണ് കിട്ടുക. അപ്പോൾ സർക്കാരിൻ്റെ മറ്റ് സാമൂഹ്യ സേവന പരിപാടികളും മറ്റ് NCC പരിപാടികളും ഈ ഒരു കുട്ടികൾ പങ്കെടുത്തിരിക്കണമെന്ന് ആ ഒരു റിമാർക്സ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വ്യവസ്ഥകളായിട്ട് നൽകിയിട്ടുള്ളത് 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ സംസ്ഥാനതല സ്കൂൾ കലോത്സവത്തിലോ ശാസ്ത്രോത്സവത്തിലോ പങ്കെടുത്ത് ലഭിക്കുന്ന ഉയർന്ന ഗ്രേസ് മാർക്കിന് പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കണമെന്നില്ല. പകരം റവന്യൂ ജില്ലാ മത്സരത്തിൽ അതേ ഇനത്തിൽ A ഗ്രേഡ് ലഭിച്ചാൽ മതിയാകും. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ സ്പോർട്സിന് ലഭിച്ച സംസ്ഥാന മെറിറ്റ്, ദേശീയ മെറിറ്റ് പാർട്ടിസിപ്പേഷൻ, അന്തർദേശീയ മെറിറ്റ് പാർട്ടിസിപ്പേഷൻ എന്നീ സർട്ടിഫിക്കറ്റുകൾക്ക് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിന് താഴെ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണ്. ഒന്നാമത്തെ മാനദണ്ഡം 8ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വെച്ചാണ് ഗ്രേസ് മാർക്കിന് അപേക്ഷിക്കുന്നതെങ്കിൽ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ കുറഞ്ഞത് ജില്ലാ മത്സരങ്ങളിൽ ഏതെങ്കിലും പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് അംഗീകൃതം അതോടൊപ്പം ഹാജരാക്കണം. അടുത്ത നിബന്ധന പറഞ്ഞിട്ടുള്ളത് ഈ ഒരു 9ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വെച്ചാണ് ഗ്രേസ് മാർക്കിനായിട്ട് അപേക്ഷിക്കുന്നതെങ്കിൽ 10ാം ക്ലാസ്സിൽ കുറഞ്ഞത് ജില്ലാ മത്സരങ്ങളിലെങ്കിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് അംഗീകൃതമായ സർട്ടിഫിക്കറ്റ് ഇതോടൊപ്പം ഹാജരാക്കണം. അടുത്ത മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഗ്രേസ് മാർക്ക് കുട്ടിക്ക് ഒരിക്കൽ നൽകുന്നതിനാൽ അടുത്ത തലത്തിലേക്കുള്ള അഡ്മിഷന് ഗ്രേസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അധികമായിട്ട് ഇൻഡെക്സ് മാർക്ക് അതായത് ബോണസ് മാർക്ക് കൊടുക്കില്ല. അതുപോലെ വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത് ഗ്രേസ് മാർക്കിന് അർഹരായിട്ടുണ്ടെങ്കിൽ അവയിൽ ഏതിനത്തിലാണോ കൂടുതൽ മാർക്ക് ലഭിക്കുന്നത് ആ ഇനത്തിന് ലഭിക്കുന്ന മാർക്ക് മാത്രമേ നൽകുകയുള്ളൂ. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ ഗ്രേസ് മാർക്ക് സംബന്ധിച്ച് പരാമർശം 1ലെ ഉത്തരവിന് വിധേയമായിട്ടായിരിക്കും നടത്തുക എന്നുള്ളത് ഇതിൽ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐറ്റത്തിന് ഗ്രേസ് മാർക്ക് ലഭിക്കുകയാണെങ്കിൽ അതിന് +1 പ്രവേശന സമയത്ത് ആ ഒരു ഐറ്റത്തിന് ബോണസ് പോയിന്റ് കിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.